അപ്പൊ നമ്മൾ പറഞ്ഞത് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായി എഴുന്നേറ്റ് വരുന്ന നാഴിക വരുന്നു. ദൈവത്തിന് സ്തോത്രം. അത് കർത്താവിന്റെ 1000 വർഷ ഭരണത്തിന് ശേഷം 7 വർഷം 1007 വർഷം കഴിഞ്ഞാണ് ഈ ന്യായവിധി. ഓർത്തോണം, അതുവരെയും തിന്മ ചെയ്ത് ജീവിച്ചവർ, താൻ തോന്നിത്തമായി ജീവിച്ചവർ, തോന്നിവാസം ജീവിച്ചവർ, അവരുടെ ഇഷ്ടം പോലെ ജീവിച്ച ആളുകൾ എവിടെയാണെന്നറിയാം? 1007 വർഷം അമേൻ നരകത്തില്, അല്ലെങ്കിൽ അമേൻ അവര് അന്ധകാരത്തിൽ, അല്ലെങ്കിൽ അധമ പാതാളത്തില് അവര് വസിക്കുകയാണ്. അവർക്ക് പിന്നെ ഒരു ന്യായവിധിയില്ല. അപ്പൊ നമ്മളെല്ലാം ധരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ധരിച്ചിരിക്കുന്നത് ഇത് രണ്ടും ഒരുപോലെ നടക്കുന്ന ഇല്ല. ഈ എടുക്കപ്പെടുന്ന ദൈവജനം വിശുദ്ധന്മാരാണ്. അവർ കർത്താവിനോടുകൂടി നടക്കേണ്ടതിന്, കർത്താവിനോടുകൂടി തന്നെ മണവാട്ടിയായി നടക്കേണ്ടതിന് അവരെടുക്കപ്പെട്ടു കഴിഞ്ഞു. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ അമേൻ പരിശുദ്ധാത്മാവ് അമേൻ ഇന്ന് അതിന്റെ ഭരണം നിയന്ത്രിക്കുന്നത് മധ്യാകാശത്തിരുന്നുകൊണ്ടാണ്. എന്നാൽ എന്റെ യേശുവോട് വിജയക്കൊടി നാട്ടിയ ശേഷം അതിനെ അവിടുന്ന് ചാടിക്കുമ്പോൾ അത് ഭൂമിയിലേക്ക് വന്ന് സകല മനുഷ്യരെയും നിയന്ത്രിക്കുന്ന ഒരവസ്ഥയായി തീരും. ആന്റി ക്രേഷ്യന്റെ ഭരണം അവന് നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല, അത് വലിയൊരു വിഷയമാണ്. അപ്പൊ നമ്മൾ ഓർക്കണം, അപ്പൊ ഇത് രണ്ടും 2 സംഭവങ്ങളാണ് നമ്മൾ ഓർക്കണം. അമേൻ, ഒന്ന് നന്മ ചെയ്തവർ ജീവനായി അവർ ജീവിക്കുന്ന നാഴിക. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ പ്രസംഗിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, അമേൻ, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് ആരാ ചോദിക്കുന്നത്? പറഞ്ഞു ചോദ്യമൊന്നും വരുന്നില്ലേ? 4 ഓണമാണ്. 2 ഓണം, 1 ഓണം, കേട്ടോണം, ഒക്കെ ഓണം, 4 ഓണം. അപ്പോ നമ്മൾ ഓർക്കണം, ഇവിടെ നമ്മൾ ഓർപ്പിച്ചത് ഉത്തരവുണ്ടോ? ഇതിനെന്താ ചോദ്യം ചോദിച്ചത്? അപ്പം വിശുദ്ധന്മാർക്കുള്ളതാ സ്ലോഗൻ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, വിശുദ്ധന്മാർക്കുള്ള ശ്ലോകമാ ഹേ മരണമേ എന്ന് പറഞ്ഞാൽ ജീവനോട് മരിച്ചുപോയ വിശുദ്ധന്മാർക്കുള്ളതാണ് ആ വാക്ക്. അവരെന്ത് ചെയ്തു? ഹേ മരണമേ നിന്റെ ജീവൻ. കാരണം അവരെ പാതാളത്തിലാക്കി, അതും പാതാളത്തിൽ അവരെ ആക്കിയിരുന്നു. അപ്പൊ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ പറയും ഹേ മരണമേ. രൂപാന്തരപ്പെട്ട ശരീരം കിട്ടുമ്പോൾ അവര് പറയും ഹേ മരണമേ എന്റെ ജീവൻ. അപ്പൊ അത് കഴിഞ്ഞ് ഒരു സ്ലോഗനുണ്ട്, വലിയ സ്ലോഗൻ. ഇത് രണ്ടും കൂടെ 4 ദിക്കുകളെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഒരു വലിയ മുദ്രാവാക്യമായി മാറി. ഇന്ന് രാഷ്ട്രീയക്കാരുടെ മുദ്രാവാക്യം മനുഷ്യന്റെ അതരത്തിലാണെങ്കിൽ, അന്ന് ആമേൻ കൃപ പ്രാപിച്ച, രൂപാന്തരം പ്രാപിച്ച ദൈവജനത്തിന്റെ ശബ്ദം ഈ ദിക്കുകളിൽ മുഴങ്ങിക്കേൾക്കുകയെന്ന ശബ്ദമായി മാറും. രണ്ടാമത് പറഞ്ഞു ഹേ മരണമേ നിന്റെ വിഷയമുള്ളൂ. ഇപ്പം കർത്താവ് വന്ന ബാബുസാറാണ് പോകും. ബാബുസാർ പറയും, മനസ്സിലാകാൻ വേണ്ടി പറയുക, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ. കാരണം ഞാൻ മരണം കൂടാതെ, അല്ലെ, 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാന്മാർ. അപ്പൊ നോക്കിയോളെ, 1-ാം പുനരുത്ഥാനത്തിൽ നമുക്ക് ഭാഗ്യം ലഭിക്കുകയാണ്. അതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ അമേൻ ജീവനുണ്ടവന്. എന്നിൽ വിശ്വസിക്കുന്നവന് ജീവനുണ്ടവൻ. മരിച്ചാൽ, അത് പഴയ നിയമ വിശ്വാസികളെ കുറിച്ച്, മരിച്ചാലും ജീവിക്കും. എന്നാൽ ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. ആ ഭാഗം ഞാൻ ഇവിടെയല്ല കേട്ടോ, ഞാൻ എവിടെയോ പ്രസംഗിച്ചപ്പോൾ ഓർത്തപ്പോൾ ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ റോമാലേഖനം 2:16 പറയുന്നു, അത് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ തന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ, അപ്പൊ നോക്കിയ നന്മ ചെയ്തവർ ജീവനായി എഴുന്നേറ്റ് വരുന്ന ഒരു നാഴികയുണ്ട്. തിന്മ ചെയ്യുന്നവർ ന്യായവിധിക്കായി ആമേൻ എഴുന്നേറ്റ് വരുന്ന ഒരു നാഴികയുണ്ട്. ഇതും തമ്മിൽ 1007 വർഷത്തിന്റെ അന്തരമുണ്ടെന്ന് ഞാൻ ഓർപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുക, ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. അപ്പൊ നോക്കിക്കോണേ, അത് വിശ്വാസികളുടെ ന്യായവിധിയെ കുറിച്ച് പറയുക. നമ്മൾ എങ്ങനെയായിരുന്നു എന്ന് അവിടെ റെക്കോർഡ് ചെയ്തിരിക്കുക.
അപ്പൊ നോക്കിയോടെ അനേകം വിശുദ്ധരായി ജീവിച്ചവര് ചെല്ലുമ്പോൾ അവർക്ക് പ്രതിഫലങ്ങൾ ദൈവം കൊടുക്കുമ്പോൾ നമുക്ക് പ്രതിഫലം കിട്ടുന്ന അതിനടുത്ത് എന്നിട്ട് നമ്മൾ നഷ്ടപ്പെട്ട അവസ്ഥയിലായി തീരും. അങ്ങനെയാണെങ്കിൽ ഈ ന്യായവിധി നടക്കുന്നത് വെള്ള സിംഹാസനത്തിലാ. ഈ ന്യായവിധി നടക്കുന്നത്, ഈ ന്യായവിധി പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല വചനമാകുന്ന കണ്ണാടിയുടെ മുൻപാകെ, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 48-ാം വാക്യം, വചനമാകുന്ന കണ്ണാടിയുടെ മുൻപാകെ എന്റെയും നിങ്ങളുടെയും ജീവിതം പരിശോധിക്കും. ഇതറിയാവുന്നവർക്ക് എങ്ങനെ പാപം ചെയ്യാൻ പറ്റും? എനിക്കറിയില്ല. പറ്റുമോ? ഇതറിയാവുന്ന ഒരാൾക്ക് എങ്ങനെ പാപം ചെയ്യാൻ പറ്റും? അവിടെ പറയുകയാണ് യോഹന്നാൻ 12:48, വചനമാകുന്ന കണ്ണാടിയുടെ മുൻപാകെ ജീവിതം പരിശോധിക്കപ്പെടും. ദൈവം നമുക്ക് ഇതാ ഈ കറുത്ത ബൈൻഡിട്ട വേദപുസ്തകത്തിലൂടെ ഒരു വചനം തന്നിരിക്കുക. ഈ വചനം കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടതിനനുസരിച്ച് ഒരു ന്യായവിധിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല അവിടെ മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ആമേൻ, അവിടെ ഒരു സ്മരണ പുസ്തകമുണ്ട്. അത് നിവർത്തിയിട്ടാണ് ആമേൻ നമുക്ക് ന്യായം വിധിക്കുന്നത്. വെള്ള സിംഹാസനത്തിൽ ന്യായം വിധിക്കുന്നത്. വിശുദ്ധന്മാരുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അന്ന് ന്യായവിധിയുണ്ട്. ഒരു സ്മരണയുടെ പുസ്തകം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്മരണയുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകളെ സഹായിക്കുമ്പോൾ അതവിടെ രേഖപ്പെടുത്തി വെച്ചേക്കും. എന്നിട്ട് വെള്ള സിംഹാസനത്തിൽ ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിൽ നമുക്ക് പ്രതിഫലം നൽകുമ്പോൾ ആ സ്മരണയുടെ പുസ്തകത്തിൽ നിന്ന് അത് വായിച്ചു കേൾപ്പിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലർക്കെങ്കിലും സംശയം തോന്നാം. എന്താണെന്നറിയാമോ? ആമേൻ, ഞങ്ങൾക്ക് ന്യായവിധി ഉണ്ടോ? അതുകൊണ്ട് ആ ഭാഗം കൂടെ പറഞ്ഞാൽ മുന്നോട്ട് പോകുക. നമുക്ക് ന്യായവിധി ഇല്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് എന്താ? ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ഇതൊക്കെല്ലാം നല്ലപോലെ വചനം. പണ്ട് തലച്ചെറിയച്ചൻ പ്രസംഗിക്കും. നല്ലപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്മച്ചിയുടെ തലയ്ക്ക് ഒരടി അടിച്ചാൽ എന്നേരം കണ്ടോണം പ്രാർത്ഥന നിർത്തി വായിന്ന് വരുന്ന വാക്കുകൾ. അതുപോലെ വചനം പറയുന്നത്. അത് പുള്ളി പൊതുവായി പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ചെറുകെ ചെന്ന് തലയ്ക്ക് ഒരു കൊട്ടു കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അമ്മച്ചി ശരിക്കുള്ള ദൈവവേലാണോ അല്ലയോ എന്ന് അറിയാൻ കഴിയുമെന്ന് അച്ഛൻ പറഞ്ഞത് ഞാൻ ഓർക്കുക. പ്രിയപ്പെട്ടവരെ, ആമേൻ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുകയാണ് ഈ ന്യായവിധി ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ന്യായവിധിയുമില്ല. എന്നാ പിന്നെ ഇവിടുത്തെ ന്യായവിധി എന്താ? വെള്ള സിംഹാസനത്തിൽ നടക്കുന്ന ന്യായവിധി അത് പിതാവാം ദൈവം പുത്രനെ ഏൽപ്പിച്ചിരിക്കുക. കാണുമെന്ന തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ തന്റെ കാന്തയ്ക്കാണ് ന്യായവിധിയുള്ളത്. ആ ന്യായവിധി എന്നാന്നറിയാമോ? അവരെ ന്യായം വിധിച്ച് നരകത്തിലേക്ക് തള്ളാനല്ല, അവരെ ന്യായം വിധിച്ച് അവർക്ക് പ്രതിഫലം കൊടുക്കാനാ. സ്വതന്ത്രം പറഞ്ഞ് അവരെ ന്യായം വിധിച്ച് അവർക്ക് പ്രതിഫലം കൊടുക്കാനാ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യായവിധിയില്ല. അതാ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. ഒരിക്കൽ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അവൻ പുതുതായി തീർന്നിരിക്കുന്നു. അതാണ് അവർക്ക് ന്യായവിധി ഇല്ല. അപ്പം പക്ഷെ ന്യായവിധിയുണ്ട്. ന്യായവിധി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവാത്മാവ് പറയുമ്പോൾ ചെയ്യാതിരുന്നാൽ ആമേൻ നമുക്ക് കിട്ടേണ്ട പ്രതിഫലങ്ങൾ കുറഞ്ഞു. അപ്പൊ നമ്മള് ഈ ന്യായവിധിയെ കുറിച്ച് പറയാനായിട്ട് തന്നെ ഈ സംഭവം തന്നെ പറയാൻ 2 മണിക്കൂർ വേണം. ഞാനെങ്കിലും നമ്മൾ ഈ തുടർമാനമായി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ഈ കാര്യത്തെ കുറിച്ച് പറയാം. ന്യായവിധിയുടെ ഫലങ്ങൾ ആമേൻ, ദൈവത്തിന് സ്തോത്രം, അതിനെക്കുറിച്ച് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ അത് വേദപുസ്തകത്തിൽ 6 കിരീടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 1-2 കിരീടങ്ങളെ കുറിച്ച് പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. എന്നാൽ ആമുഖമായ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാം. ഈ ഒളിമ്പിക്സില് മത്സരരംഗത്തിരിക്കുന്ന ആളുകൾക്ക് ഈ ഒലിവില കൊണ്ട് അവര് ജയിച്ചു വരുമ്പോൾ അവർക്കൊരു കിരീടം മെനഞ്ഞുണ്ടാക്കും, അല്ലേ? ഒലിവില കൊണ്ട്. അപ്പൊ ആ ഇല കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ ആ കിരീടമുണ്ടല്ലോ, അവൻ എത്ര വലിയ ജയാളിയാണെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞ് വാടിപ്പോകും. ഓർത്തോണം. എന്നാൽ സ്വർഗത്തിൽ ലഭിക്കുന്ന കിരീടമുണ്ടല്ലോ, അത് വാടാത്ത കിരീടമാ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിവരിപ്പാനായിട്ട് സമയമില്ല. അപ്പൊ അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 10-ഉം 11-ാം വാക്യങ്ങളില് അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. സ്വർഗത്തിൽ മൂപ്പന്മാർക്ക് ലഭിച്ച കിരീടങ്ങള് അവരെന്ത് ചെയ്യുന്നറിയാമോ? സിംഹാസനത്തിന് മുമ്പിൽ ഇടുന്നതായി കാണുന്നു. ഉണ്ടോ? 4-10-11 വായിക്കണ്ടല്ലേ? ഞാൻ പറഞ്ഞു
24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുൻപിൽ വീണു. എന്നേക്ക് ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവരും. എന്റെ മുകളിൽ പറയുന്നില്ലേ, അവരുടെ കിരീടങ്ങൾ താഴെയിട്ട് അല്ലേ, അങ്ങനെയല്ലേ 10ഉം 11 മൂപ്പന്മാർ തങ്ങൾക്ക് ലഭിച്ച കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടുന്നതായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മൾ മറന്നു പോകരുത്, അവർക്ക് ലഭിച്ച കിരീടങ്ങൾ എന്തിനാണെന്നറിയാമോ? ക്രിസ്തുവിന്റെ കാൽപാദത്തിൽ അവർ വെക്കുന്നെന്നറിയാമോ? ആമേൻ, തങ്ങളുടെ നിത്യത മഹത്വത്തിനേക്കാൾ ആമേൻ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് എന്ന് കാണിക്കുക. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ചെന്നാലും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് ഞങ്ങൾക്ക് ഈ രൂപാന്തരപ്പെട്ട ശരീരം ദൈവം തന്നതെന്ന് 24 മൂപ്പന്മാർ സാക്ഷ്യം പറയുന്ന കാര്യമാ അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന കിരീടങ്ങൾ ക്രിസ്തുവിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടി ആയിരിക്കണമെന്ന് നമ്മളെ ഓർപ്പിക്കുക. എന്നാ, നമ്മെ വീണ്ടെടുത്തത് ക്രിസ്തുവാകൊണ്ട് അല്ലേ? അവന്റെ രക്തം കൊടുത്ത് നമ്മളെ വീണ്ടെടുത്തതാ. ഒരു സ്തോത്രം പറഞ്ഞ് ഇന്ന് ആരും സ്തോത്രം അല്ലെങ്കിൽ പറയുന്നില്ല. അപ്പൊ നമ്മൾ ഓർക്കണം, നമ്മൾ സ്തോത്രത്തിന് വകയുണ്ട്. നമ്മളിങ്ങനെ നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചില്ലേ, സ്തോത്രം സ്തോത്രം കർത്താവേ. എന്റെ കർത്താവേ, നിനക്ക് സ്തുതി. ആയിരങ്ങളുടെ ആയിരവും. അപ്പൊ അനവധിയായി സ്തോത്രം. എന്താ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുമ്പം നമുക്ക് എത്രയോ സ്തോത്രം ചെയ്യാനുണ്ട്. നമ്മളെ മരണത്തിൽ നിന്ന് വിടുവിച്ചവനായ ഒരു ദൈവം, ആമേൻ, പാപത്തിൽ നമ്മളെ മോചിപ്പിച്ചവനായ ഒരു ദൈവം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത സന്ധാരണത്തിന് വേണ്ടി എല്ലാം നൽകി തന്നവനായ ഒരു ദൈവം, ആമേൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി കൊടുത്തവനായ ഒരു ദൈവം, അവരെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചവനായ ഒരു ദൈവം. ചുരുക്കം പറഞ്ഞ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും കണ്ടു. നമ്മളൊക്കെ ഉപകാരങ്ങൾ മറക്കുന്നവരാ. സങ്കീർത്തനക്കാരൻ നമ്മോട് ഇന്ന് ഉപദേശിക്കുക, അവന്റെ ഉപകാരം നിന്റെ കഴിവല്ല, നിന്റെ മിടുക്കല്ല. ഞാൻ ഖത്തറിലെ പാസ്പോർട്ട് ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ആളുകളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ. അതുപോലെ തന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അനേക ജോലിക്ക് വേണ്ടി വരുന്നവർ ഞങ്ങളുടെ അടുക്കൽ വന്ന് പറയും, ഞങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട്. അപ്പൊ അനേകർക്ക് ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ധരിച്ച് ഞാൻ ഏറ്റവും കഴിവുള്ളവനാണ്. അന്ന് ദൈവത്തെ അറിയുന്നില്ല. ഏറ്റവും കഴിവുള്ളവനാ, മിടുക്കനാ. നാട്ടിലുള്ളവരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല അനേകർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അനേകരുടെ വീസ എളുപ്പം ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അവയും പെട്ടെന്ന് നാട്ടിലേക്ക് പോകുവാനായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ ചൈൽഡ് എൻഡോഴ്സ്മെന്റ് ചെയ്ത് പെട്ടെന്ന് പാസ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തപ്പോ എന്താ, ഞാൻ വലിയൊരു മനുഷ്യനാണെന്നായിരുന്നു എന്റെ മനസ്സിൽ. 91 ഒക്ടോബർ 14 രാത്രി മനസ്സിലായി ഞാൻ സീറോയാ. ക്രിസ്തു നമ്മളിൽ ഉണ്ടെങ്കിലേ നമ്മൾ ഹീറോ ആവുകയുള്ളൂ. ഞാൻ ഇന്ന് ഓർക്കുന്നൊരു കാര്യം എന്നറിയും, ഈ ഒരു ഫിലിം ഇറങ്ങിയ 2 തിയേറ്റർ അവിടെ, 2 തിയേറ്ററുണ്ട്. ഞാനും എൻ്റെ 2 കുഞ്ഞുങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവരും കൂടി ഞങ്ങൾ നേരത്തെ പോകും. കാരണം എന്താ പറയുക, ഞങ്ങൾക്കൊരു പാസ് ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെല്ലാം വന്ന് ടിക്കറ്റ് എടുക്കണം. അപ്പൊ ഞങ്ങൾക്കൊരു പാസ് ലഭിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ നേരെ ബാൽക്കണിയിൽ കയറിയിരിക്കുവാൻ ഒരു സിനിമ പോലും വിട്ടിട്ടില്ല. എന്നാൽ ദൈവത്തെ അറിഞ്ഞ ശേഷം ഞാനിത് പറഞ്ഞത് എന്നാണെന്നറിയാമോ, ഇത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമായതുകൊണ്ട് പറയുകയാ. ആമേൻ, ദൈവത്തിന്റെ സ്തോത്രം. ഞാനിപ്പോഴും ഓർക്കുന്നു, 125 പേജുള്ള ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് ഞാൻ കണ്ട സിനിമകൾ മുഴുവൻ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാന്നറിയാമോ, 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ MSc പഠിക്കുമ്പോൾ ഞങ്ങളൊരു നാടകം നടത്തി. ഞാൻ ഡിപ്ലോമ ഇൻ പ്രിന്റ് ടെക്നോളജി പഠിപ്പിക്കുമ്പോഴും ഒരു നാടകം നടത്തി. അപ്പൊ ഞാൻ ആ കൊച്ചിലെ പോലെ ഒരു ആഗ്രഹമായിരുന്നു, ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ അത് എപ്പോഴും ഉപേക്ഷിച്ചെന്നറിയാമോ? അവൻ എന്റെ കർത്താവ് എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോ ഇതെല്ലാം ഉപേക്ഷിച്ചു. നിങ്ങൾ കേട്ടതാണെങ്കിലും ഒന്നുകൂടെ ഒന്ന് പറയുക. ഞാൻ ഖത്തറിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെ വന്നു.
അപ്പൊ എന്റെ ഹൃദയത്തിൽ ആഗ്രഹം സിനിമയിൽ ഏതെങ്കിലും ഒരു ചെറിയ റോൾ അഭിനയിക്കണമെന്ന്. ഇതിപ്പോ സിനിമാക്കാർ കേട്ട് കഴിഞ്ഞാൽ എന്നെ വിളിക്കുമായിരിക്കും, വിളിച്ചാലും ഞാൻ പോകില്ല കേട്ടോ. കാരണം എന്നറിയോ, ഞാൻ എന്റെ കർത്താവിന്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നെന്നറിയാമോ, ഞാൻ രാവിലെ വന്നു. അന്ന് നമുക്കറിയാം അമ്മേനെ ആലപ്പുഴയ്ക്ക് പോകണമെങ്കിൽ ഒരു ഫാസ്റ്റ് പാസഞ്ചറേ ഉള്ളൂ. അതിൽ ഞാനും എൻ്റെ അനിയനും കൂടി കടന്നു ചെന്നു. അവിടെ എന്നിട്ട് നമ്മൾ അപ്പുറത്ത് വേറൊരു ഈ വണ്ടി എനിക്ക് തോന്നുന്നു അവിടെ കൊണ്ടുവന്നു. ഈ ഞാൻ ഓർക്കുന്നില്ല അങ്ങോട്ട്, ഈ എന്നാ പറയുന്നത്, ഈ വെള്ളത്തിൽ ബോട്ടിലുള്ള പാലത്തിൽ കൂടെ വണ്ടി അപ്പുറത്ത് ചെല്ലുമെന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അതോ ഇനി അവിടെ ഇറക്കുക, ഓർക്കുന്നില്ല. ചെല്ലുമായിരുന്നു ചെങ്ങാടത്തിലക്കറി. അപ്പുറത്ത് വണ്ടി കൊണ്ടുവരുമായിരുന്നു അല്ലേ, വണ്ടി കൊണ്ടുവരുമായിരുന്നു. അപ്പൊ അവിടെ ചെന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു സംവിധായകനായിരിക്കുന്ന ആ ഒരു സഹോദരൻ, ദൈവത്തിന് സ്തോത്രം, അദ്ദേഹത്തിന്റെ അനിയൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നീ നിന്റെ സഹോദരനൊന്ന് വിളിച്ചു പറ, അമ്മയിലൊരു പുതിയ പടം ഇറങ്ങുന്നുണ്ടല്ലോ, ഒരു ചെറിയ റോളെങ്കിലും അഭിനയിക്കാൻ എനിക്കൊരു അവസരം തരണം. ഓക്കെ, കുഴപ്പമില്ല, പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ കയറി ആ കാലെടുത്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, പ്രിയപ്പെട്ട സാറോടെ പോയെന്ന് ചോദിച്ചു. പേരൊന്നും പറയുന്നില്ല, കാരണം പണ്ടപ്പം പറഞ്ഞത്. അതുകൊണ്ട് സഹോദരൻ സാറോടെ പോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹം ഇന്നലെ വെളുപ്പിന് മദ്രാസിൽ പോയെന്ന്. അവിടെ വെച്ച് എൻ്റെ ഈ സിനിമ പ്രേമം ഞാൻ അവസാനിപ്പിച്ചതാ. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ചിന്തിക്കില്ലെന്ന കരുതിയൊരു നിമിഷമായിരുന്നു. എന്നാൽ നാട്ടിൽ മടങ്ങി വന്നപ്പോൾ അത് പൂർണ്ണതയിലേക്ക് 1991 ഒക്ടോബർ 11 രാത്രി എൻ്റെ യേശു എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി, ഇനി എന്നെ അതിന് കിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കണം, നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ആമേൻ ദൈവത്തിന് സ്തോത്രം കർത്താവിന്റെ മഹത്വത്തിനായിട്ട് നമ്മൾ ഇവിടെ ഭൂമിയിൽ വിനിയോഗിക്കുമ്പോൾ, സ്വർഗത്തിലും നിത്യത ലഭിക്കുമ്പോൾ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നമുക്ക് കിട്ടുന്ന എല്ലാം എന്റെ കർത്താവ് തന്നതാ. ഇപ്പോഴും നമ്മൾ പറയില്ലേ, അന്നും നമുക്ക് പറയാൻ കഴിയും, എന്റെ കർത്താവ് തന്നതാ എനിക്ക് കിരീടം, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ അതെനിക്ക് തന്നതാ. അപ്പൊ ഇതെന്റെ കർത്താവിന്റെ മഹത്വത്തിന്, അവനെ ഞാൻ കൈക്കൊണ്ടല്ലേ എനിക്ക് കിട്ടിയത്. അപ്പൊ കർത്താവിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് 24 മൂപ്പന്മാരും കിരീടം താഴെ ഇട്ടവനെ ആരാധിക്കുന്നെങ്കിൽ ആമേൻ 24 മണിക്കൂറും ആമേൻ ദൂതന്മാർ അവനെ സ്തുതിസ്തോത്രങ്ങള് ഹല്ലേലൂയ പാടിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ നമ്മളും ഈ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതായ ഒരു ദിവസം അധികം അവസരം വരാൻ പോവുകയാ. അതുകൊണ്ട് ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ലഭിക്കുന്ന ഒരു കിരീടത്തെ കുറിച്ച് ഓർമ്മിക്കുക, ജീവന്റെ കിരീടം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആമേൻ ജീവന്റെ കിരീടം. യാക്കോബ് 1:12 ജീവന്റെ കിരീടത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആമേൻ. ഏതാ വായിച്ചു? നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. ആരോടാ പറയുന്നത്? പണ്ടൊരു സുവിശേഷകൻ എപ്പോഴും പറയുന്ന പോലെ കോരിന്ത്യ ലേഖനം എടുത്ത് പ്രസംഗിക്കുമ്പോൾ പറയും, ഇത് ഞങ്ങളോടല്ല കോരിന്ത്യക്കാരോടാണ്, കോരിന്ത്യയിലുള്ള അന്നത്തെ സഭയോടാണ്. നമ്മളങ്ങനെയല്ല, ഇത് നമുക്കുള്ള വചനമല്ലേ. ഇവിടെ പറയുകയാണ്, ജീവപര്യന്തം നീ വിശ്വസ്തനായിരിക്കുക, എന്നാൽ നിനക്ക് ജീവകിരീടം വേണോ? നമുക്ക് കിട്ടുന്ന അവൻ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കുന്നവർക്ക്. യാക്കോബിന്റെ ലേഖനം 1:12 ഏതാ ഭാഗങ്ങൾ വായിച്ചേ? 1:12 വായിച്ചേ. യാക്കോബ് 1:12. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ആ വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അവസരം വേണ്ടേ കിരീടം? ഒന്ന്, നമ്മൾ ജീവപര്യന്തം വിശ്വസ്തരായിരിക്കണം. ആരോടാ? ദൈവത്തോട് വിശ്വസ്തരായിരിക്കുമ്പോൾ നമ്മൾ ഭൂമിയിലുള്ളവരോടും വിശ്വസ്തരായിരിക്കും. അങ്ങനെ അപ്പൊ ഇവിടെ പറയുകയാണ്, ആമേൻ പരീക്ഷ സഹിച്ച് കഴിയുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വിശ്വാസിക്ക് ഇത് ലഭിക്കുന്ന കിരീടമാണ്. അത് ഞാൻ പറയാൻ വേണ്ടിയാ വന്നത്. ഇത് വിശ്വാസിക്ക് ലഭിക്കുന്ന കിരീടമാണ്, ജീവന്റെ കിരീടം. ഇവിടെ പറയപ്പെടുന്ന കിരീടം രാജാവിന്റെ തലയിലെ കിരീടമല്ല. അതേ ഒരു വേദപഠിതാക്കൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. പിന്നെയോ ആമേൻ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, സ്വർഗീയ ഭവനത്തിൽ താന്
അനുഭവിക്കുന്ന സന്തോഷിപ്പാൻ സ്വർഗീയ ഭവനത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നിത്യജീവന്റെ ആഴങ്ങളിലൂടെ നമ്മൾ സന്തോഷിക്കുമ്പോൾ ആമേൻ ലഭിക്കുന്ന അനുഭവത്തെ കുറിച്ചാണ് ജീവന്റെ കിരീടം എന്ന് പറയാറുണ്ട്. എന്നാൽ ആശ്ചര്യമായും ജീവന്റെ കിരീടം ഉണ്ടെന്നൊരു കിരീടം, അങ്ങനെ രണ്ട് വാദങ്ങളുണ്ട്. ഇവിടെ പറയപ്പെടുന്ന കിരീടം രാജാവിന്റെ തലയിലെ കിരീടമല്ല, പിന്നെയോ നിത്യജീവന്റെ ആഴങ്ങളെ സ്വർഗീയ ഭവനത്തിൽ അനുഭവിച്ച് സന്തോഷിപ്പാൻ ഇടവരുന്ന ഒരു ദിവസം നമുക്കുണ്ട്. അപ്പൊ നോക്കിക്കോണേ, ആമേൻ, ജീവകിരീടം നമുക്ക് ലഭിച്ചു കഴിയുമ്പോ നമുക്ക് ലഭിക്കുന്നത് എന്താ? നിത്യജീവന്റെ ആ സന്തോഷത്തിന്റെ ആ അളവിനെയാണ് നമുക്ക് ലഭിക്കുന്നത്. ആമേൻ, അങ്ങനെ ആ നിത്യജീവന്റെ ആഴങ്ങളെ സ്വർഗീയ ഭവനത്തിൽ അനുഭവിക്കുന്ന ഒരു വിശ്വാസി, ആമേൻ, അവന് ലഭിക്കുന്നതൊന്നും എല്ലാം ദൈവത്തിനായി തീരുമെന്ന് ഇവിടെ പറയുകയാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടുന്ന, ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടുന്ന, ആളായി കാൺമാൻ കാത്തിരുന്ന എന്റെ പ്രിയനു, തേജസ്സോടെ നാം കാണുന്ന നേരം ആമേൻ, തേജസ്സോടെ നാം കാണുന്ന നേരം. അപ്പൊ നോക്കിയേ, വിശ്വാസികൾക്ക് അവരുടെ രൂപാന്തരപ്പെട്ട ശരീരത്തില് അവര് വിശുദ്ധ വസ്ത്രം ധരിക്കുമെന്നാ പറയുന്നത്. അപ്പൊ ഈ വസ്ത്രം കിട്ടണമെങ്കിൽ ഇപ്പോഴുള്ള വസ്ത്രത്തില് മുട്ടുസൂചി കൊണ്ടുള്ള കുത്തേക്കുന്നത് പോലെയുള്ള വേദനകൾ അനുഭവിക്കണം. അങ്ങനെയുള്ളവർക്ക് വിശുദ്ധ വസ്ത്രം കിട്ടുന്നത്. കാരണം പൗലോസ്ലീഹ പറയുന്നുണ്ട് തന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച കഷ്ടങ്ങൾ എന്തുമാത്രമാണ്, പക്ഷെ ആ കഷ്ടങ്ങളെല്ലാം സാരമില്ല എന്ന് എണ്ണാൻ എനിക്ക് കഴിഞ്ഞെന്നാണ്. അപ്പൊ നോക്കിയ ചിത്രത്തൈയിലുള്ള വസ്ത്രം കൊണ്ട് അവയെ നമ്മളെ ധരിപ്പിക്കുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. സ്വർഗസന്നിധി ചെല്ലുമ്പോൾ അത് തേജസ്സിന്റെ വസ്ത്രത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ആ വസ്ത്രം നമുക്ക് ലഭിക്കണമെങ്കിൽ അവിടെ ആ വസ്ത്രത്തിൽ ചില സുഷിരങ്ങൾ ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും ചില വേദനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മറ്റുള്ളവർ നമ്മളെ നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ ആ വേദനകൾ നമ്മുടെ ചിത്രത്തൈയിലുള്ള വസ്ത്രത്തിൽ മേൽ വീഴുന്ന ആമേൻ ആ മുറിവുകളായിട്ട് മാറുമ്പോഴാ ആമേൻ തേജസ്സിന്റെ വസ്ത്രം നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അതിന്റെ സമ്പൂർണതയുടെ അളവിൽ, മഹത്വത്തിന്റെ സമ്പൂർണതയുടെ അളവിൽ ലഭിക്കുന്ന, വിശ്വാസിക്ക് ലഭിക്കുന്ന കിരീടത്തെ ഇവിടെ കാണിക്കുകയാണ്, ജീവന്റെ കിരീടം. എന്നിട്ട് പറഞ്ഞു, പരീക്ഷ സഹിച്ച് അന്ത്യം വരെ നിൽക്കുന്നവർക്കും രക്തസാക്ഷികൾക്കും ലഭിക്കുന്നതാണ് കിരീടം. അപ്പൊ നമ്മൾ നോക്കിക്കോണേ, സാധാരണക്കാർക്കൊക്കെ ലഭിക്കുന്നതാ അല്ലേ? പാവം പിടിച്ച ആളുകൾ പ്രസംഗിക്കുമ്പോൾ അവരെ തല്ലിക്കൊന്നിട്ടുണ്ട്. ഈ ആളുകൾ ധരിക്കുന്ന ഇവരെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ ഈ സുവിശേഷം അവസാനിക്കുമോ? ഇല്ല. ഇത് കർത്താവിന്റെ വരവിലെയും പ്രസ്താവിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ആളുകള് ആമേൻ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തല പൊട്ടിക്കേറിയാലും അവരെന്താ പറയും? സ്തോത്രം ചെയ്യും ഇല്ലേ? ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു. ആ ബിഷപ്പിന് എന്ത് ചെയ്തവര് അദ്ദേഹം ഇങ്ങനെ സുവിശേഷം പറഞ്ഞ കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ സഭയിലുള്ള ആളുകളെല്ലാം മാനസാന്തരപ്പെട്ടു. അപ്പൊ രാജാവ് അദ്ദേഹത്തെ പിടിച്ചു കെട്ടി കൊല്ലാനായിട്ട് പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച് കൊല്ലാനാണ് അദ്ദേഹത്തെ വിധിച്ചത്. അദ്ദേഹത്തെ ഒരു തൂണിൽ പിടിച്ചു കെട്ടി ആമേന് കൊല്ലാനായിട്ട് ശ്രമിച്ചു. തീ ഒഴിച്ച് തീ കത്തിച്ചു. പക്ഷെ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോ അതിനകത്ത് ദൈവത്തെ പാടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതെന്തിനു വേണ്ടിയാണെന്നറിയാം? ആ കഷ്ടതയിൽ ദൈവം ഇറങ്ങിച്ചെന്ന് എന്തിനു വേണ്ടിയാണെന്നറിയാം? അവിടെ നിൽക്കുന്നവരുടെ മാനസാന്തരത്തിന്. ആമേൻ. അദ്ദേഹത്തെ കൊല്ലാൻ വന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടിയാ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അവിടെ സംഭവിച്ചു, ആമേൻ, അവര് തീ കെട്ടുകഴിഞ്ഞപ്പോ അതേ ഒരു കുഴപ്പമില്ലാതെ ഇത് എനിക്ക് എബ്രായബാലന്മാരുടെ അനുഭവം തന്നെ അദ്ദേഹത്തിന്റെ, നമ്മുടെ ഒരു ബിഷപ്പിന്റെ ജീവിതാനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഉണ്ടായി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രധാന പടയാളി പറഞ്ഞു, വീണ്ടും വിറകടുക്കി തീ വെച്ച് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പറഞ്ഞു. വീണ്ടും കത്തിച്ചപ്പോൾ അദ്ദേഹം ചാരമായി സന്തോഷത്തോടെ തനിക്ക് ലഭിച്ചതിനെ സ്വീകരിച്ചു. കാരണം എന്നാ? ചിത്രത്തയ്യലായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ. തീ ഇങ്ങനെ കൊണ്ട് ആ ചിത്രത്തയ്യലുള്ള ഒരു വസ്ത്രം എനിക്ക് ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്, ആമേൻ, തേജസ്സിന്റെ വസ്ത്രം ലഭിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം മരണത്തെ ഭയപ്പെട്ടില്ല.
അല്ലേ? നമ്മളോട് പറഞ്ഞാൽ മതി ഈ വേദോത്സവം, നമ്മൾ പിന്നെ വണ്ടിയിലൊക്കെ പോയിക്കൊണ്ട് കുഴപ്പമില്ല. ഈ വേദോത്സവം കൊണ്ട് റോഡിൽ കൂടെ പോരെന്ന് പറഞ്ഞാല് വേദോത്സവം നമ്മുടെ ഒരു ഷെൽഫിന്റെ മൂലയ്ക്ക് നമ്മൾ വെക്കും. ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ നിനക്ക് ജീവകിരീടം കിട്ടും. അത് എടുത്തോണ്ട് പോകണം, ധൈര്യം വേണം, പോകണം. ആ ഒരു ധൈര്യം നമുക്കുണ്ടാകണം. എത്ര പ്രതികൂലങ്ങൾ ഉണ്ടായാലും പ്രതിസന്ധികൾ ഉണ്ടായാലും ആമേൻ, ജീവന്റെ കിരീടം ആമേൻ വിശ്വാസികൾക്കുള്ളതാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ പരീക്ഷ സഹിച്ചു കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം അവന് ജീവന്റെ കിരീടം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിത്യതയിലുള്ള സന്തോഷത്തെ കാണിക്കുന്നെന്ന് വേദപണ്ഡിതാക്കന്മാർ പറയുന്നു. എന്നാൽ ആശ്ചര്യമായി ജീവന്റെ കിരീടം ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് സമയം വേഗത്തിൽ പോകുന്നത് കൊണ്ട് രണ്ടാമത്തെ കിരീടം നീതിയുടെ കിരീടമാണ്. 2 തീമോഥെയോസ് 4:8. 2 തീമോഥെയോസ് 4:8. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം നിനക്കായി വെച്ചിരിക്കുന്നു. നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, എന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അപ്പൊ അവിടെ പറയുകയാണ്, പൗലോസ്ലീഹയ്ക്ക് പറയാൻ കഴിയുന്നു, ഞാൻ നല്ല പോർ പൊരുതി. ക്രിസ്തീയ ഓട്ടക്കളത്തിൽ ഓടുന്ന പൗലോസ്ലീഹ പറയുകയാണ്, ഓട്ടം തികച്ചു, എന്റെ വിശ്വാസം എവിടാ? ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് എന്നെ വിളിച്ച കർത്താവിലുള്ള വിശ്വാസം ഈ അവസാന നിമിഷം വരെയും ഞാന് കാക്കുവാനായിട്ട് ശ്രമിച്ചു. വിശ്വാസം കാത്തു. നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. കണ്ടോ, അവൻ നീതിയുള്ള ന്യായാധിപതിയാണ്. നീതിയുടെ കിരീടം വെള്ളസിംഹാസനത്തിൽ വെച്ച് കൊടുക്കുന്നതെന്നോടെ ഓർപ്പിക്കുക. ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷത്തിൽ പ്രിയപ്പെട്ട ഏവർക്കും. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, പോർ ആരോടാ? അമ്മായിമ്മയോട്, മരുമോളോട് ആണോ? ക്രിസ്തു വിരോധികളുള്ള പോരാ. ഇവിടെ ഞാൻ എഴുതി വെച്ചോണ്ട് പറയുക, പോര ആരോടാ? നമ്മുടെ സ്നേഹിതന്മാരോട്, ഇല്ലേ? നമ്മുടെ അച്ഛന്മാരോട്. ആരോടായി പോരെ? അവൻ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നല്ല പോർ എന്ന് പറയുന്നത്, നല്ല പോർ പൊരുതു എന്ന് പറയുന്നത് അവൻ ക്രിസ്തു എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഓട്ടക്കളത്തിൽ ഞാൻ ധീരതയോടെ ഓടുന്നതിനെ കുറിച്ച് പറയുക. അല്ല, മറ്റുള്ളവരോടല്ല പോര്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഞാൻ ഓർക്ക്, എന്റെ ഒരു സഹോദരൻ എന്നോട് പിണങ്ങിയാൽ എനിക്ക് അവരോട് പിണങ്ങാൻ കഴിയില്ല. ഞാൻ എന്ന് ഓർക്കുന്നു, 2 പേര് പിണങ്ങിയിലൂടെ കടന്നു. അപ്പൊ അന്ന് ഞാനൊന്നുള്ള പ്രസംഗിക്കുന്നുണ്ട്. അപ്പൊ അവരെ 2 പേരെയും കൂടെ രമ്യതപ്പെടുത്തി. എന്നിട്ടാണ് ആരാധന നടത്തിയത്. ഞാനല്ല, അന്ന് കടന്നു വന്ന ദേവദാസ്. അത് ഞാൻ ഓർത്തു പോവുകയാണ്. അവർ തമ്മിൽ ഒരു നിസ്സാര കാര്യമാണ്, രമ്യതപ്പെടുത്തി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത് ഇവിടെ എഴുതി വെച്ചതുകൊണ്ട് മാത്രം അറിയുക, പൗലോസ് പറഞ്ഞ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. എന്നാൽ പൗലോസിനെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ പാപികളിൽ ഒന്നാമൻ. ജഡത്തിൽ ജീവിക്കുമ്പോൾ പാപസ്വഭാവം ഉണ്ട്. നമ്മൾ അതിനെ ജയിക്കണം. അതിന് ആത്മാവിന്റെ ശക്തിക്ക് വേണ്ടി നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തോട് ചോദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇവിടെ നമ്മൾ മറന്നു പോകരുത്. ആമേൻ. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, ഞാനതേപോലെ എനിക്ക് മാത്രം ലഭിക്കുന്നത്. പൗലോസ് യഥാർത്ഥമായ ദൈവത്തെ കണ്ടോണ്ട് പറഞ്ഞു, എനിക്ക് മാത്രമല്ല, കർത്താവിൽ പ്രിയം വെച്ച് ഓടുന്ന എല്ലാവർക്കും ലഭിക്കുമെന്ന് വളരെ വ്യക്തമായി പറയാം. ആമേൻ. അതുകൊണ്ട് ആമേൻ, എന്തിനു വേണ്ടിയാണ് നമുക്ക് പ്രിയമുണ്ടായിരിക്കേണ്ടത്? ആമേൻ. ഇവിടെ പറയുകയാണ്, മണവാളനോടുള്ള പ്രിയം വർദ്ധിക്കണം. ഓരോ ദിവസവും ക്രിസ്തുവിനോടുള്ള പ്രിയം തന്നെ മണവാട്ടിക്ക് വർദ്ധിക്കണമെന്നോട് ഓർപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ പൗലോസ്ലീഹായ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്. ദമസ്കോസിൽ വെച്ച് എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അനേക യഹൂദ ക്രിസ്ത്യാനികള്
കൊല്ലുമായിരുന്നു, അനേകരെ കൊന്നു, അനേകരെ അവരെയൊക്കെ ഞാൻ അടിച്ചു, അവരെ ദ്രോഹിപ്പിച്ചു, ഭരണാധികാരികളെ കൊണ്ട് അവരെ ഉപദ്രവിച്ചു. എന്നാൽ എന്നെ അവൻ വിളിച്ചപ്പോൾ എൻ്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അതുവരെ കണ്ണ് കാണുമായിരുന്നു മറ്റുള്ള കാര്യങ്ങളാണ്. കാരണം താന് പഠിച്ച എബ്രായ അല്ലെങ്കിൽ തോറകളും അതുപോലെ യഹൂദന്മാരുടെ ന്യായപ്രമാണങ്ങളും ഒക്കെ പഠിച്ച ആ കാഴ്ചയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണ് കാഴ്ച നഷ്ടപ്പെടുവാൻ കാരണമായി തീർന്നത്. നമുക്കറിയാം, നമ്മളെല്ലാം കണ്ണ് തുറന്ന് ഇവിടെ ഇരിക്കുന്നവരാ, ഇത് ചെവി തുറന്ന് കേൾക്കുന്നവരാ. പക്ഷേ നമ്മൾ മരിച്ചവരാ. ആരാ? ദൈവത്തെ അറിയാത്തവര്. അവര് മരിച്ചവരാ. കൺവെൻഷൻ, ഇപ്പൊ നമ്മുടെ ജ്ഞാനായ കൺവെൻഷൻ പോകും നമ്മള്. മരിച്ചവരും അതിനകത്ത് വരും. നമ്മളെന്നാ ജീവനുള്ളവരായതുകൊണ്ടാ എന്താണ് അവിടെ പറയുന്നത് കേൾക്കുവാൻ നമ്മൾ പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അത് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ജീവിതത്തില് ഞാൻ ജഡത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. എന്നാൽ തന്റെ നിര്യാണകാലം അടുത്തപ്പോൾ താന് കൂടി നിന്നവരോടായി പറയുക, ഞാൻ നല്ലപോലെ പറയും അല്ലേ, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, എനിക്ക് മാത്രമല്ല പ്രിയം വെച്ച ഏവർക്കുമുള്ളത്. അപ്പൊ നമ്മുടെ പ്രിയം എന്തിനോടാകണം? നമ്മുടെ ആത്മഗുണവാളനായ ക്രിസ്തുവിനോടാകണം നമ്മുടെ പ്രിയം. ബാക്കിയെല്ലാം പിന്നെയുള്ള പ്രിയപ്പെട്ടവര്. ഒന്നാം സ്ഥാനം ക്രിസ്തുവിന് കൊടുക്കും. ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദന ഒന്നാം സ്ഥാനം ക്രിസ്തുവിന് കൊടുക്കുന്ന രണ്ടും മൂന്നും ഒക്കെയാണ് ബാക്കി. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, അങ്ങനെയുള്ളവരാണ് ഓട്ടക്കളത്തിൽ ധീരതയോടെ ഓടുന്നത്. അവർക്ക് എന്ത് കിട്ടുമെന്ന? നീതിയുടെ കിരീടം കിട്ടുമെന്നാ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ഒരഭിപ്രായമുണ്ട്. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും ലഭിക്കുന്ന കിരീടമാണിതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ പുനരാഗമനത്തിനായി പ്രത്യാശയോട് രണ്ട് കാര്യങ്ങളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രിയം വെച്ച കർത്താവിന്റെ പുനരാഗമനത്തിനായി പ്രത്യാശയോടെ കാത്തിരിക്കുക. അങ്ങനെയുള്ളവരെയൊക്കെയാ കൊല്ലുന്നത്. അവർക്ക് മനസ്സിലായി ഞാനിവിടെ മരിച്ചതല്ല, അല്ലെങ്കിൽ കുറച്ചുകൂടെ ജീവിച്ചാലല്ല, അല്ലേ? കഷ്ടങ്ങൾ നമ്മൾ പാടില്ലേ, കഷ്ടങ്ങൾ സാരമില്ല, നിത്യതേജസ്സിൻ ഗാനമോർത്തിടുമ്പോ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ നമ്മൾ പാടും. പക്ഷെ അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ നമ്മൾ പാടുന്നു. എനിക്കൊരു ഭാരം വരുമ്പോ, ഞാൻ കണ്ണുനീരൊഴുക്കുമ്പോ എന്നേരവും പാടാൻ കഴിയണം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ നിത്യതേജസ്സിൻ ഗാനമോർത്തിടുമ്പോൾ. എന്താ ഞൊടി എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനൊന്ന് ഒച്ച വെക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഇങ്ങനൊന്ന്, അതൊന്നും അല്ല, ഇത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനൊന്ന് ഞൊടിക്കുന്ന നേരേ ഉള്ളൂ. ഞൊടി നേരത്തേക്കാ മനുഷ്യന്റെ ജീവിതം, അല്ലേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചതുപോലെ മനുഷ്യന് മാത്രമേ ആത്മാവുള്ളൂ. മൃഗങ്ങൾക്കൊന്നും ആത്മാവില്ല. അത് ജനിക്കുന്നു, അത് മരിക്കുന്നു. എന്നാൽ മനുഷ്യൻ ആത്മാവുണ്ട്. ആത്മാവ് ഒന്നുകിൽ സ്വർഗത്തിലേക്ക്, അല്ലെങ്കിൽ പാതാളത്തിലേക്ക്. അയ്യോ, അതോർക്കുമ്പോ നമ്മൾ എങ്ങനെ പാടാതെ പിന്നെ അങ്ങ് പാടാൻ തോന്നുന്നത്? ഞൊടി നേരത്തേക്കുള്ള കണ്ണുനീർ നിത്യതേജസ്സിൻ ഗാനമോർത്തിടുമ്പോൾ. നമ്മൾ ആത്മാർത്ഥമായിട്ട് വേണോ പാടി? അതിനായി ഞാൻ സ്തോത്രം ചെയ്യുക. ആത്മാർത്ഥമായിട്ട് നമ്മൾ പാടി. എന്ത് കഷ്ടമായിട്ട്, കാലിന് വേദനയാകാം, കൈ വേദനയാകാം, തലവേദനയാകാം, ഒത്തിരി ഭാരങ്ങളാകാം, പ്രയാസങ്ങളാകാം. എന്നാൽ ഇത് കഴിയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല കർത്താവിൽ പ്രിയം വെച്ച ഏവർക്കും. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ചിന്ത എങ്ങനെയാണെന്നറിയാമോ? കർത്താവിന്റെ പുനരാഗമനത്തെ പ്രത്യാശയോടെ അവൻ കാത്തിരിക്കും. ആമേൻ, ആമേൻ. എന്നിട്ട് അത് വിശ്വസിക്കണം. രണ്ടാമത് പറയുകയാണ്, അത് വിശ്വസിക്കണം. നമ്മള് വിശ്വസിച്ചവർക്കായി ഒരു സ്തോത്രം പറഞ്ഞേ. ഞങ്ങളെല്ലാവരും വിശ്വസിക്കുക കർത്താവ് വരുമെന്നുള്ളത്. എന്നിട്ട് വീണ്ടും പറയാം, അത് പ്രതീക്ഷിക്കണം. ഒരുപക്ഷെ നിങ്ങൾ ജീപ്പേ കയറുന്നതിന് മുമ്പ് വന്നാൽ പറഞ്ഞു പോകും. ഇപ്പൊ ജീപ്പേ കയറി ഇരിക്കുകയാണെങ്കിൽ ജീപ്പ് ഓടിക്കുന്ന ഡ്രൈവർ മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ പോകും.
ഇല്ലെങ്കിൽ അവൻ ആരെങ്കിലും മാനസാന്തരപ്പെടാത്തവരുണ്ടെങ്കിൽ ജീപ്പിനകത്ത് കാണും, അവരെ കൊണ്ട് കറക്റ്റ് സമയത്ത് എത്തിക്കും. എന്നാൽ നേരെ ചിന്തിക്കണം, നമ്മളെല്ലാവരും ജീപ്പിനകത്തുണ്ട്, ആ പാവം മാത്രം മാനസാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് പോയാൽ ആ വണ്ടി എവിടെ എന്ന് വീഴുന്നത്? ജീപ്പ് കൊണ്ടുപോകും. അപ്പൊ എപ്പോഴും ഇത് പ്രതീക്ഷിച്ചോടും. കാരണം ഞാൻ പറയുന്നില്ല, വേദവസം പറയുക, പ്രതീക്ഷിക്കണം. എന്നിട്ട് പറയുകയാണ് നാലാമതായിട്ട് അതിനായി ഒരു വിശുദ്ധ ജീവിതത്തിനായി നമ്മൾ ഒരുങ്ങണം. പ്രിയപ്പെട്ടവരെ, സമയം മുന്നോട്ട് പോകുന്നല്ലോ. ഞാൻ വിശദീകരിപ്പാൻ അടുത്ത പ്രാവശ്യത്തിലെ ബാക്കി 3 കിരീടങ്ങൾ എല്ലാവരും ധരിക്കും ഈ കിരീടം എനിക്ക് കിട്ടണ്ടെന്ന് പറയും. എന്നാൽ കിരീടങ്ങളെ കൂടാതെ വേറെ കാര്യങ്ങളുമുണ്ട്. കിരീടങ്ങളെ കൂടാതെ ഒത്തിരി 7 കൂട്ടം കാര്യങ്ങൾ. അതുകൊണ്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തുടർമാനമായി ചിന്തിപ്പാൻ എന്നെ യൂട്യൂബിൽ ഓൺലൈനിൽ കാണുന്ന ആളുകളും അടുത്ത ആഴ്ച കയറുക. ഇതിന്റെ ബാലൻസ് ആയിട്ടുള്ള നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, ഏത് കിരീടം എന്നാ പറഞ്ഞേ? അതെ, ജീവന്റെ കിരീടം. ജീവന്റെ കിരീടം ആമേൻ ആർക്കാ ലഭിക്കുന്നത്? അത് പരീക്ഷ സഹിച്ച് അന്ത്യം വരെ നിൽക്കുന്നവർക്കും രക്തസാക്ഷികൾക്കും ലഭിക്കുന്ന കിരീടമാണ്. രണ്ടാമത് നീതിയുടെ കിരീടം. അത് ആർക്ക് ലഭിക്കും? നല്ല പോർ പൊരുത് ഓട്ടം തികച്ച് ആമേൻ വിശ്വാസം കാത്ത് അവർക്ക് നീതിയുടെ കിരീടം ഒരുക്കി വെച്ചിരിക്കുക. അമ്മേ, അവർക്ക് മാത്രമല്ല പ്രിയം വെച്ച് ഏവർക്കും ഒരു പൗലോസ് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രിയം എന്തിനോടായിരിക്കണം ഞാൻ ഓർപ്പിച്ചു? അമ്മേ, തന്റെ ആത്മ മണവാളനോടായിരിക്കണം. ആത്മ മണവാളൻ ആരാ? യേശുക്രിസ്തു. യേശുക്രിസ്തുവിനോടായിരിക്കണം നമ്മുടെ പ്രിയം. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ആമേൻ, കർത്താവിന്റെ പുനരാഗമനത്തിനായി ഞാൻ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. പൗലോസ് പറഞ്ഞത് എന്താ? ജീവിക്കുന്നത് ക്രിസ്തു. അങ്ങനൊന്ന് പറഞ്ഞാൽ കഴിയുന്നില്ല. പണ്ടെങ്ങാണ്ടെന്റെ ഗൃഹപ്പഴയ്ക്ക് ഞാൻ പറഞ്ഞു, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്റെ ഗതികേടായി പോയി. ആളുകൾ പറയുന്നതന്നെ അറിയാം, ആ മനുഷ്യന് പണം പോരാഞ്ഞിട്ട് പിന്നെയും പണം സമ്പാദിക്കാതെ. എന്റെ ദൈവം എന്തോ എളുപ്പമായി. ഞാൻ പറഞ്ഞു വന്നത്, ഇത് ലോകം മുഴുവൻ സുവിശേഷം അത്രയും ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് പറഞ്ഞതാണ്. അപ്പൊ ഇതിനകത്ത് എവിടെ 1 ലക്ഷം 2 ലക്ഷം പേരൊക്കെ കാണുന്നതാണ് ഈ പൈസ വരുന്നത്. മനുഷ്യൻ അങ്ങ് തെറ്റിദ്ധരിച്ചിരിക്കുക. യൂട്യൂബ് അങ്ങോട്ട് തുടങ്ങിയ ഉടനെ കാശ് പിറ്റേ ദിവസം തൊട്ട് ബാങ്കിലേക്ക് വരികയാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം 2 ലക്ഷവും 3 ലക്ഷവും ഒക്കെ കാണുന്നവർക്കൊക്കെ പൈസ കിട്ടും. അമേൻ, ദൈവത്തിന് സ്തോത്രം. ഇതെന്തോ 500 1000 2000 പേര് കാണുന്നവർക്കൊന്നും ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് വേഗത്തിൽ സബ്സ്ക്രൈബ് ചെയ്താൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലം കിട്ടും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആമേൻ, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ മടങ്ങി വരികയാണ്. അപ്പം കർത്താവിന്റെ പുനരാഗമനത്തിൽ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരാ നമ്മളെങ്ങനെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. മാത്രമല്ല അത് വിശ്വസിച്ചവരാ നമ്മളെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ട്. അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഹല്ലേലൂയ പറഞ്ഞാട്ട്. അതിനായി ഒരു വിശുദ്ധ ജീവിതത്തിനായി ഞാൻ ഒരുങ്ങുവാൻ തയ്യാറാണെങ്കിൽ 3 ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പം 3ാമത്തെ കിരീടം എടുക്കാൻ പറ്റത്തില്ല. 2ാമത്തെ കിരീടം നീതിയുടെ കിരീടം. അത് ഈ 2 കിരീടങ്ങളും നമുക്ക് കിട്ടും. ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് കിട്ടാത്ത കിരീടങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. ആമേൻ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പാട്ടിന്റെ 2 ചരണങ്ങളെല്ലാം പാടി നമുക്ക് അവസാനിപ്പിക്കാം. പ്രത്യാശയോടിതാ വന്നുദിക്കും പൊന്നു ശ്വസേ. പ്രത്യാശയോടിതാ വന്നുദിക്കും പൊന്നു ശ്വസേ. ലക്ഷ്യമെല്ലാം കാണുന്നല്ലോ, ലക്ഷ്യമെല്ലാം കാണുന്നല്ലോ. കാണിച്ചാട്ടെ. രക്ഷയെ നാം പക്ഷമായി നൽകിയിടും, നിത്യമായ രക്ഷയെ ലക്ഷത്തിൻ സുന്ദരേ അക്ഷയെ നാം രക്ഷകൻ. ലക്ഷത്തിൻ സുന്ദരേ അക്ഷയ എത്രയും ക്ഷണത്തിൽ രാജനേശു വന്നിടും. രാജനേശു വന്നിടും. തോറും നീ സാക്ഷിയാകുന്നുണ്ടോ? മൽപ്രിയ സോദര, നിനക്കു വേണ്ടി കഷ്ടതയൻ പങ്ക്. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ? നിർമ്മലമം നീതി
പ്രത്യാശയോടിതാ പത്തരമുണരുന്നേ വന്നുരയ്ക്കും പൊന്നുശ്വസ് ഓർക്കും തോറും ഓ പ്രത്യാശയോടിതാ ഞാൻ പറഞ്ഞതിന്റെ വാക്കിയോട് ഓർപ്പിക്കട്ടെ. പൗലോസ്ലീഹ അവൻ കണ്ണ് കാണാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ മുമ്പ് കണ്ടിരുന്നു, പക്ഷെ ദൈവത്തെ ക്രിസ്തുവിനെ വാസ്തവമായിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പൊ ക്രിസ്തു അവനോട് ചോദിച്ചു, പൗലോസ്ലീഹയോട് ചോദിച്ചു, നീ ഉപദ്രവിക്കുന്ന ആരെ? ദൈവത്തിന് സ്തോത്രം. അമേൻ. പൗലോസേ, നീ ആരെയാണ് ഉപദ്രവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അമേൻ അവന് ബോധ്യമായി അത് ക്രിസ്തുവിനെയാണ് അവൻ ഉപദ്രവിക്കുന്നത് മനസ്സിലായപ്പോൾ അവന്റെ കണ്ണ് കാണാൻ വയ്യാത്തവനായി തീർന്നു. അവന് ദേവദാസന്റെ അടുക്കൽ ചെന്നപ്പോൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. നോക്കി, അതുവരെ ചെറുമ്പല കണ്ണിനകത്ത് മനസാക്ഷി എന്ന് പറഞ്ഞതില്ല. അവൻ നോക്കി, അന്ന് ക്രിസ്ത്യാനികളായിരിക്കുന്ന യഹൂദ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവനാ. അപ്പൊ കണ്ണിൽ എന്തോ തിമിരമായിരുന്നു. ഇതെല്ലാം കൂടെ നടന്നു പോകും. കണ്ണ് കാഴ്ചയില്ലാതായാൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കണ്ണ് കാഴ്ച കിട്ടുമ്പം അങ്ങനെ പ്രത്യേകിച്ചൊന്നും അടന്നു വീഴില്ല. എന്നാൽ ഇവൻ ചെയ്ത പ്രവൃത്തിയായിരുന്നു ഇവന്റെ കണ്ണ് അങ്ങ് അടച്ചു കളഞ്ഞത്. ഇതിനെ അപ്പൊ പൗലോസ്ലീഹ എന്ത് ചെയ്തു? അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ താഴേക്ക് വീണ് കഴിഞ്ഞ് അവന് പൗലോസ്ലീഹ പിന്നെ ആരായി തീർന്നു? അവനൊരു വിശ്വാസിയായി തീർന്നു. അപ്പം അവിടെ ചെല്ലുമ്പം ചോദിക്കണം, നമ്മൾ കണ്ടാൽ മതി. പൗലോസ്ലീഹ നീതിയുടെ കിരീടം വെച്ചിരിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കാം കേട്ടോ. ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്, പക്ഷെ എല്ലാവർക്കും കിട്ടുമെന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ല. പക്ഷെ അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല. കാരണം എന്നറിയോ, നമ്മളുള്ള ആത്മസന്തോഷം, നിത്യയുടെ സന്തോഷം ലഭിച്ചു കഴിയുമ്പോൾ അതിൽ പരം ഒന്നുമില്ല. അപ്പൊ അവിടെ നമുക്ക് ആഗ്രഹങ്ങളില്ല, അവിടെ നമുക്ക് ദൈവത്തോട് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ സ്വർഗത്തിൽ എന്നേക്കും വസിക്കുന്ന അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ചു ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒന്ന്, ജീവന്റെ കിരീടം. പരീക്ഷ സഹിച്ച് അന്ത്യം വരെ നിൽക്കുന്നവർക്ക് രക്തസാക്ഷികൾക്ക് ലഭിക്കുന്ന കിരീടം. രണ്ടാമത്തെ നീതിയുടെ കിരീടം. നല്ല ഒരു ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം അവർക്കായി ഒരുക്കി വെച്ചിരിക്കുക. അവർക്ക് മാത്രമല്ല, കർത്താവിൽ പ്രിയം വെച്ച് അവർക്ക് തന്നെ. ഇതാരാ പറഞ്ഞേ? പൗലോസ്ലീഹ പറഞ്ഞേ. അങ്ങനെ പൗലോസ്ലീഹ പറഞ്ഞതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ പിതാക്കന്മാർ അങ്ങനെയാ പറഞ്ഞു. നമ്മൾ പാടുമ്പോൾ ഇങ്ങനെ പറയും, ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതൊഴികെ വേറെ ആര് വന്നറിയിച്ചാലും, ഇനി ആകാശം സ്വർഗത്തിലെ ദൂതൻ വന്നിറങ്ങിയാലും നിങ്ങൾ ദൈവത്തിൽ നിന്ന് കേട്ടത് ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി പറയുന്നത്. നിങ്ങൾ തൊട്ട് നിങ്ങൾ കേട്ടത് ആ ജീവപര്യന്തം അവസാനിപ്പിക്കണമെന്ന് ഓർപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പാട്ടറിയാം എന്ന് പാടിക്കുന്നു. ദൈവത്തിന്റെ ഉപദേശം വേദപുസ്തകത്തിൽ എന്തുണ്ടോ അത് കേട്ട് അവസാനിപ്പിക്കുന്നവനാണ് ഭാഗ്യവാൻ. സ്തോത്രം. കണ്ണുകളിലേക്കും പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെടുത്തുകയുമേ, നിത്യനായ സ്വർഗപിതാവേ, ഒരു വ്യാഴാഴ്ചയോടെ ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചതോർത്ത് സ്തോത്രം. ദൈവമേ, ഞങ്ങൾ കേട്ടതായ കിരീടങ്ങളെ കുറിച്ച്, 2 കിരീടങ്ങളെ കുറിച്ച് കേൾക്കുവാനിടയായല്ലോ. അതെല്ലാം ഈ ഭൂമിയിൽ ജീവപര്യന്തം വിശ്വസ്തരായിരിക്കുന്ന വിശ്വാസികൾക്ക് ലഭിക്കുന്നതായ കിരീടങ്ങളാണെന്ന് കേൾക്കുവാനിടയായല്ലോ. അത് സ്വർഗീയമായി നമുക്ക് ലഭിക്കുന്ന ആത്മീയ സന്തോഷമാണ് എന്ന് കേൾക്കുവാനിടയായല്ലോ. കർത്താവേ, ആ സന്തോഷത്തിനായി ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ട് ഓടി വന്ന് ഞങ്ങൾ ഈ വചനം കേട്ട് ഞങ്ങൾ മടങ്ങിപ്പോകും. ഇനി ഞങ്ങൾ വചനം കേൾക്കുവാൻ കടന്നു പോകുമ്പോൾ അതെ, ഞങ്ങൾക്കും ആ നീതിയുടെ കിരീടം ലഭിക്കും, ജീവന്റെ കിരീടം ലഭിക്കുമെന്നുള്ളൊരു പ്രത്യാശ ഞങ്ങളുടെ ഹൃദയത്തിൽ തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്നിരിക്കാൻ സ്തോത്രം. മാത്രമല്ല കർത്താവേ, അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പ്രിയമ്മച്ച കർത്താവിൽ പ്രത്യാശയോടെ ജീവിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് പൂർണ്ണമായി ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. ആയതിനാൽ
ഒരു വിശുദ്ധ ജീവിതത്തിനായി ആമേൻ ഇന്ന് തീരുമാനം ഞങ്ങൾക്ക് എടുക്കുവാൻ ദൈവം അവസരം തന്നതോർത്ത് സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയെ വിനയമായി ചോദിക്കുന്ന കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹമേഖലാതനായ പുത്രന്റെ കൃപ ആശ്വസിപ്പിച്ചു വളരുന്ന പരിശുദ്ധരുടെ സംബന്ധം സഹവാസം വിശിഷ്യ നമ്മൾ കേട്ട എല്ലാ ദൈവവചനത്തോടും ഇന്നത്തെ നമ്മുടെ കൂടി വരുവനോടും നമ്മൾ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും കൂടെ ഇന്നും നാളും ഉണ്ടാകുമാറാകണമേ. ആമേൻ.